ആർഗ്യുമെന്റ് ഒന്നും വേണ്ട. കെട്ടിയോടെ നമ്മളെ കൂടെ ജീവിക്കാൻ ഞാൻ അതിൽ ഉദ്ദേശിച്ചില്ല. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കോളേജിലെ സ്വഭാവം എനിക്കറിയാം. പിന്നെ കയറി പിടിക്കുന്നു കമന്റ് അടിച്ചൊന്നും ഞാൻ അറിഞ്ഞ അതിന് പോയാണ്. പിന്നെ കയറി പിടിക്കുന്നു. ഞാൻ പഠിച്ചത് കോളേജിലല്ലായിരുന്നു. പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ അങ്ങനെ ആവില്ല. വേറെയും പോലെ മറിയാണ്. ലെക്ചർ, പ്രിൻസിപ്പൽ, പ്രൊഫസർ ഇവന്മാരുടെ ഇടയിലേക്ക് നിന്നെ വിട്ടാ എനിക്ക് സ്വസ്ഥ ഉണ്ടാവില്ല. മോർ പൊസസീവ്. നിന്റെ സേവനം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നിന്നെ മുഴുവനായിട്ട് എനിക്ക് വേണം. എന്തൊക്കെ അപരാധമായിരുന്നു പണ്ട് വളരെ റൊമാൻറ്റിക് ആയിട്ട് സിനിമകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇങ്ങനെ ചിന്തിക്കുന്നവർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അത് കാലഹരണപ്പെട്ട ചിന്തയാണ് എന്നുള്ളത് അവർക്കറിയില്ല. ഇതിനകത്ത് യൂസ് ചെയ്തതുപോലുള്ള ഭംഗിയുള്ള പൊസസീവ്നെസ് എന്നൊക്കെ പറയുന്ന ഒരു വേർഡൊക്കെ എടുത്ത് അതിനെ അങ്ങനെ ന്യായീകരിക്കും. ഇത് നമ്മൾ മുന്നേ പറഞ്ഞ ആ ഒരു സേവിങ്സിൻ്റെ ടിപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലവന്മാർക്ക് MA പഠിച്ച ആൾക്കാരെ തന്നെ വേണം വീട്ടിലെ പണിയൊക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടി. എന്നിട്ട് ഈ MA പഠിച്ച പെണ്ണ് വൈകിട്ട് എന്നും ഇവൻ്റെ കഷ്ടപ്പാടിൻ്റെയും പണി സ്ഥലത്തെ സ്ട്രെസ്സിൻ്റെയും ദുരിതം മുഴുവൻ കേൾക്കണം. എന്നിട്ട് ഇത്തിരി കയ്യിൽ നിന്ന് പോകുന്ന സമയത്ത് വീക്കൊക്കെ കൊള്ളണം. ഇത്തരത്തിൽ ഇമോഷണൽ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും നോക്കി കാണുന്നത്. എന്നാൽ ആ ഒരു പെണ്ണിനെ വലിയ കുഴപ്പമില്ലാത്തൊരു ലെക്ചർ ജോലിക്ക് വിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവൻ്റെ കയ്യോ കാലോ വല്ലോ തളർന്ന് കിടന്നാൽ പോലും വലിയ കുഴപ്പമില്ലാതെ മക്കൾക്കൊക്കെ ഉണ്ടുറങ്ങി ജീവിക്കാം. അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. അങ്ങനെയുള്ള ഒരു മുന്നേ കൂട്ടിയുള്ള ഒരു ചിന്തയും കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഞാൻ ആണായിട്ട് ഇവിടെ ജനിച്ചവനാണ്. ഞാൻ എല്ലാ കാലവും ഭയങ്കര ആരോഗ്യത്തോടെ ഇങ്ങനെ ഇതേ പടി അങ്ങനെ നിൽക്കും എന്നൊക്കെയുള്ള ഭയങ്കര കോൺഫിഡൻസ് ആണ്. അതൊക്കെ മറ്റേ പാണ്ടിലോരുടെ ഫ്രണ്ടിൽ മറ്റേ തവള നിൽക്കുന്ന കൂട്ട് ടൈപ്പ് കോൺഫിഡൻസ് ആണ്. ആൽഫ മുയൽ കോൺഫിഡൻസ് ആണ്.